കഥ ശുഭാന്ത്യത്തിലേക്ക്. എല്ലാം ശുഭമെന്ന് പറയാൻ ഇവൾ അനുവദിക്കണം. മനസ്സിൽ പകയുടെ കനലുകൾ കെടാതെ ഇവൾ ഇങ്ങനെ ജ്വലിക്കുമ്പോൾ കഥ അപ്രതീക്ഷിത അന്ത്യത്തിലേക്ക്. ആരെ വീഴ്ത്തിയാവും ഇവൾ ഇത് അവസാനിപ്പിക്കുക? എനിക്കിഷ്ടമാണ് ചളിവാർ. എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുളിക്കൂല്ല. നല്ല കുളിക്കട്ടെ. മോളെ നമ്മള് ഇന്റർവ്യൂന്ന് എത്രയോ ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. साजन की आंखों में प्यार അങ്ങനെ ഒരു ഇന്റർവ്യൂല് ആന്റി വന്നിരിക്കുന്ന കണ്ടിട്ടില്ല. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. സീരിയല് ചെറിയ ക്യാമറ, സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ക്യാമറ. ഏത് ക്യാമറ വന്നാലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോണത്. വേറെ സീരിയലൊക്കെ അവള് കാണുന്നില്ല എന്നുള്ളത് ഒരു വശം. പക്ഷെ ഇവളുടെ സീരിയൽ ഞാനുള്ള കാര്യമല്ലേ പറയണത്. എവിടെ പോയാലും അയ്യോ മോളെ മോളെന്ത് ക്ഷീണിച്ചു പോയോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ എന്താണ് അപ്പൊ ഉള്ളത് അതിങ്ങനെ ഒരു പൊതിയെങ്കിലും എനിക്ക് തരും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോട്ടെ. ഒരു കാര്യം ഇപ്പൊ മേഘനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണേ, ഐ ലവ് യു എന്ന് പറയരുതേ. അണ്ണന് സുബ്ബണ്ണന് വൈഫും 2 പെൺകുട്ടികളുണ്ട്. കണ്ണെഴുതാൻ പറ്റുന്നില്ല എന്ന് പറയണ വീഡിയോ വൈറലായപ്പം ആന്റിയുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? പക്ഷെ അവൾ അവളുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെടുത്തിയാണോ പറഞ്ഞത്. അതും നമ്മൾ മനസ്സിലാക്കണം. അമ്മ ഇങ്ങനെ ന്യായീകരിക്കും. കണ്ടാ പിന്നെ വാതുറക്കില്ല. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്ദി. ഈ കടയുടെ പേര് പോലും മറന്നു. ഈ കട നല്ല രീതിയിൽ ഉയർച്ചയിലൂടെ വരട്ടെ. എത്രയും മാത്രം പറയും. പാമ്പ് പിടുത്തക്കാരെ കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു? വാവ സുരേഷ് പോലും തോറ്റു പോകും. അത് അമ്മ ഇങ്ങനെ പറയല്ലേ അമ്മ. അത് ഏത് പാമ്പായിരുന്നടാ? 6 അടി മൂർക്കൻ 8 അടി മൂർക്കൻ എന്തോ. അടുത്ത ട്രോളിനുള്ളതാക്കി തന്നിട്ടുണ്ട്. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് വളരെ സുപരിചിതയായ മേഘ്ന വിൻസെന്റ് ആണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ കൂടെയുള്ള ആളെയാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആള് അങ്ങനെ ഇന്റർവ്യൂസിൽ ഒന്നും പോയിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ദ വെരി ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ലെറ്റ്സ് വെൽക്കം മേഘ്ന വിൻസെന്റ് ആൻഡ് അമ്മ നിമ്മി. വെൽക്കം ആന്റി. ഞാൻ ആന്റിക്ക് മാത്രമേ വെൽക്കം പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ചോ മേഘ്ന? മുതിർന്നവർക്ക് കുറച്ചുകൂടെ. അതെ, പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണോ? ഓണത്തിന് മുമ്പ് എപ്പോഴോ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. ഞങ്ങളുടെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്റർവ്യൂ എയറിൽ പോയി. ഒന്നും സംഭവിച്ചിട്ടില്ല. ഉത്രാടം നമുക്ക് ഇതങ്ങോട്ട് പബ്ലിഷ് ചെയ്യണം. നമുക്ക് എയറിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അതിന് ഉത്രാടം കഴിഞ്ഞു ഓണവും കഴിഞ്ഞിട്ട് ഒരു കോള് എയറിലായിരുന്നു. അതാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം നമ്മൾ മാറ്റി കളഞ്ഞു. അതുകൊണ്ട് വീണ്ടും അതേ സ്നേഹത്തോടെ അതേ സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആന്റി, എനിക്ക് സന്തോഷമുണ്ട് ഇപ്രാവശ്യമെങ്കിലും. ഞാനൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റില്ല. മറ്റേ അമ്മയെ ചളവാക്കല്ലേ, അതല്ലേ? അല്ല, കുറച്ച് ചളമൊക്കെ ഉണ്ടായില്ല. കറക്റ്റ് ആന്റി. എനിക്ക് ഇഷ്ടമാണ് ചളി പറയാൻ. അല്ലേ ആന്റിയോട് ഞാൻ ചോദിക്കട്ടെ, അതായത് എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുളിപ്പൂല്ല. നല്ല കുളിക്കട്ടെ. കണ്ട വടിക്കും മോളെ. നമ്മള് ഇന്റർവ്യൂന്ന് എത്രയോ ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ തോണ്ടിയാ മതി. ഞാൻ കണ്ണടച്ചാണെങ്കിൽ ഇങ്ങനെ നിന്റെ മുഖത്തിട്ടല്ലേ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞാൻ വീണയുടെ മുഖത്തിട്ടല്ലേ നോക്കാം. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ. അതായത് പിള്ളേരെ കൊണ്ടൊന്നും ചോദിപ്പിക്കും.
ചോദിക്കോ? അതെ, എത്രയോ വർഷമായി നമ്മൾ മേഘ്നേനെ ഇങ്ങനെ ടിവിയിൽ കണ്ടോണ്ടിരിക്കുന്നു, മേഘനയുടെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ആന്റി വന്നിരിക്കുന്ന കണ്ടിട്ടില്ല. ഇന്ന് ആന്റി വരാമെന്ന് തീരുമാനിച്ചതിന്റെ പുറകിലുള്ള ആ രഹസ്യം എന്താണ്? എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അതല്ലേ വരാൻ പറ്റുള്ളൂ. വിളിക്കാത്ത പറയരുത്. വളരെ ബഹുമാനത്തോടെ വെച്ച് ഞാൻ വളരെ ബഹുമാനത്തോടെ വന്നിരുന്നു. അങ്ങനെയല്ലായിരുന്നു പറയേണ്ട. ആൻസർ എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഒരുപാട് പേര് ചോദിച്ചെങ്കിലും വീണയുടെ ഇന്റർവ്യൂവിൽ വന്നിരിക്കാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ശരിയാണ്. അല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ വേണം പറയാനെന്ന് എല്ലാം അങ്ങനെ പറഞ്ഞു. ഒരുപാട് പേര് അമ്മനെ വിളിച്ചത്. പക്ഷെ വീണ വിളിച്ചപ്പോ അമ്മയ്ക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി. എനിക്ക് വീണയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഞാൻ ആണോ വന്നിരുന്നാല്? അല്ല, എപ്പോഴെങ്കിലും ആന്റീനെ ഇങ്ങനെ ഇവളുടെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിരിക്കുമ്പോഴേ എന്തൊരു മന്ദബുദ്ധി കൊച്ചാണിത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. നീ എന്തെങ്കിലും അമ്മയ്ക്ക് ഞാനേ ഇവളോട് പറയുന്നു, കുറച്ച് ബുദ്ധിയോടെ സംസാരിക്കുക, കുറച്ച് നല്ല ചിന്തിച്ചിട്ട് അക്ഷരസ്ഫുടതയോടെ സംസാരിക്കണം. അല്ല, എവിടെങ്കിലും ഇനോഗ്രേഷന് പോയാൽ ആകെ അറിയാവുന്ന കുറച്ച് ഡയലോഗ് പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്ദി. ട്രോള് വന്നു കഴിഞ്ഞപ്പോഴേ അമ്മന്റെ ട്രോള് വന്നു കഴിഞ്ഞപ്പോഴേ ആ സമയത്ത് ചന്ദനമഴ നല്ല ഹിറ്റായിരുന്നത് കൊണ്ട് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ വരുമായിരുന്നല്ലോ. അപ്പൊ ആ സമയത്താണ് ഈ മറ്റേ ട്രോള് വന്നോണ്ടിരിക്കണേ. ഏത് കണ്ണെഴുതിയപ്പോ തിങ്ങനെ പോയി എന്ന് പറയണത്. അതിൽ പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോയി വർത്താനം പറയാൻ പേടിയാന്ന്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ട്രോൾ ആവുമെന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം. എന്റെ ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ കടയുടെ പേര് പഠിപ്പിച്ചു കൊടുത്ത മോളെ ഈ കട നല്ല ഉയർച്ചയിലേക്ക് വരട്ടെ. അത് ഇടയ്ക്ക് ചിലപ്പോ വേണമെങ്കിൽ പറയും. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല. പിന്നെ പാട്ട് എവിടെ പോയി സ്വിച്ച് ഇട്ട പോലെ എവിടെ പോയാലും പാട്ട് പാടുന്ന പറഞ്ഞാൽ പാട്ട് പാടിക്കോളും. മുമ്പൊക്കെ ചെറുപ്പത്തില് നമ്മള് കുട്ടികൾ വെച്ചിട്ടേ പാട്ട് പാട്, മോഹൻലാലിനെ പോലെ ചെയ്യും, മമ്മൂട്ടിനെ പോലെ ചെയ്യൂലേ, ആദ്യം കൂട്ടുക, അല്ലാതെ വേറൊന്നും വരൂല. അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അല്ല കേട്ടോ. പിന്നെ ഭയങ്കര സന്തോഷമായില്ലേടാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മേനെ കൊണ്ട് പോവാത്ത എന്താ ഇന്റർവ്യൂ. ഇല്ല, ഇപ്പൊ കൊറേ മാറിയിട്ട കൊറേ മാറിന്ന് പറഞ്ഞാൽ ഒരു ഞാൻ വിചാരിക്കുന്ന എന്റെ മോള് ഇങ്ങനെ നല്ല ബുദ്ധിയോടെ സംസാരിക്കണം, നല്ല രീതിയിൽ പ്രസംഗമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കണം, നല്ല അക്ഷരസ്ഫുടതയോടെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ 70% ആള് മാറിയിട്ടുണ്ട്. ഇനി ഒരു 30% ഉണ്ട്. അതെങ്ങനെ ശരിയാക്കി എടുക്കണം. പക്ഷെ ആന്റി, ഞാൻ ഇന്നൊരു ആരും ആന്റിയുടെ റിയാക്ഷൻ ചോദിച്ചിട്ടില്ല. ആ വീഡിയോ അങ്ങനെ ഭയങ്കര ട്രോളായിപ്പോയില്ലേ? അതായത് ഞാനിങ്ങനെ ദുബായ്, ചെന്നൈ, ബോംബെ സ്ഥലങ്ങളിൽ പോകുമ്പോ കണ്ണെഴുതാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന വീഡിയോ വൈറലായപ്പം ആന്റിയുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? സത്യം പറഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാല് അന്നാ പറഞ്ഞത് ചിലത് അവൾ പറഞ്ഞ രീതിയിൽ ആണ് ഒരു പൊട്ടത്തരം. പക്ഷെ അവൾ അവളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആന്റിയുടെ മനസ്സുകൂടെ പോയത് എന്താണ്? ഇതെന്താണ് ആൾക്കാരെ ഇതെന്തിനാ ഇവൾ ഇങ്ങനെ പറയാൻ പോയെന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. അമ്മ എന്നെ വിമർശിച്ചായിരുന്നു ആ സമയത്ത്. നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു? എനിക്കറിയില്ല. എപ്പോഴും പറഞ്ഞിട്ട് ഒന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടില്ലേ? എന്തോന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മയും അടുത്തുണ്ടായിരുന്നു. നമ്മള് പോയപ്പോ തന്നെ അമ്മയും കൂടെ ട്രോളാകുമ്പോ ഇവള് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ കുറ്റപ്പെടുത്തിയാൽ കൂടുതൽ കരയില്ല. ഇതെല്ലാം അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇങ്ങനെയൊക്കെ ഒരടിയൊക്കെ കൊണ്ടല്ലേ നമ്മള് വീണിട്ടല്ലേ എല്ലാവരും. അപ്പൊ കുറച്ച് ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ അവള് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുള്ളൂന്ന് വെച്ചാ പിന്നെ വാതുറക്കില്ല. മൈക്ക് കണ്ടാ പിന്നെ വാതുറക്കില്ല. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്ദി. ഈ കടയുടെ പേര് പോലും മറന്നു പോകും. എന്നിട്ട് ഇങ്ങനെ നോക്കും കടയുടെ പേരെന്താണ്. ഈ കട നല്ല രീതിയിൽ ഉയർച്ചയിലൂടെ വരട്ടെ, എത്രയും മാത്രം പറയും. വല്ല കാര്യം ഉണ്ടായിരുന്നോന്നല്ലേ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല.
അല്ല അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഞാനിങ്ങനെ മറ്റേ ട്രോളുകളുടെ കഥകൾ ആദ്യം എടുക്കട്ടെ. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് മറ്റേ പാമ്പിനെയൊക്കെ പിടിച്ചോണ്ട് പോയ കണ്ടപ്പോഴത്തേക്കും ആ പാമ്പ് പിടുത്തക്കാരെ കണ്ടപ്പോഴത്തേക്കും അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു? കാര്യം ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടത്തരമൊക്കെ പറഞ്ഞാലും ഇവൾക്ക് ചില സമയത്ത് ഒരു ധൈര്യം ഉണ്ട്. ആ ധൈര്യം എനിക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ധൈര്യമൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ഈ പാമ്പിനെ പിടിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. സത്യം പാമ്പ് പറഞ്ഞ കണ്ടമഴി ഉടനെ ടൈപ്പാട്ടാ. എന്നിട്ടാണ് എന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല അത് ബാബ സുരേഷ് പോലും തോറ്റു പോകും. അത് അമ്മ ഇങ്ങനെ പറയല്ലേ അമ്മ. അത് ഏത് പാമ്പായിരുന്നടാ? അതെ 6 അടി മൂർക്കന 8 അടി മൂർക്കന എന്തോ ഇതാണ് ഇവളുടെ പ്രോബ്ലം. 6 അടി മൂർക്കൻ എവിടെ ഇരിക്കുന്നു? 8 അടി മൂർക്കൻ. 8 അടിയുള്ള അത് വളർന്ന് വരുമ്പത്തിന് 6 അടിയൊക്കെ അല്ലേ? 6 അടി ആയിട്ടല്ലേ പിന്നെ 8 അടി ആവണേ. അപ്പോൾ പറയുമ്പോ 8 അടി എന്നേ പറയുള്ളൂ. അത് ഞാനല്ലോ വളർന്നു വരുമ്പോഴല്ലേ അതിപ്പോ ചിലപ്പോ 6 അടി ആയി കഴിഞ്ഞാൽ അത് ശരി. എന്നിട്ട് അല്ല 8 അടി മൂർഖനെ കൈ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന്റി പറഞ്ഞോ എന്റെ മോളെ വേണ്ട അത് ചെയ്യണം? ഞാൻ പറഞ്ഞു നമുക്ക് സീരിയലും വേണ്ട ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വേണ്ട 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 നമുക്ക് വീട്ടിൽ പോകാം. ഇല്ലമ്മ എനിക്കിത് പിടിക്കണം, ഞാനിത് പിടിച്ചിരിക്കും. ഞാൻ അപ്പുറത്ത് കിടന്ന് കരച്ചിലായിരുന്നു. അയ്യോ ആന്റി അത് കണ്ടോണ്ടിരിക്കണ്ടായിരുന്നോ? ഞാൻ പറയില്ല, ആ കാണാനൊന്നും പോയില്ല, എനിക്ക് പേടിയാണ്. അമ്മ ഇല്ലാണ്ട് തന്നെ ആരും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ. എവിടെ പോയാലും അമ്മ ഉണ്ടാവും കൂടെ. അപ്പൊ അമ്മ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇത് കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ എനിക്കൊരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ കുറച്ച് മുൻപോട്ട് അറിയാവുന്ന ഡയറക്ടറായിരുന്നു. അപ്പൊ എന്റെ പൾസ് അറിയാം. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്റെ മുഖത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ട്രിഗറിങ് പോയിന്റാ. പിന്നെ ഞാനത് ചെയ്ത് കാണിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. അതെനിക്കൊരു അത് ചീത്തശീലമാണോ നല്ല ശീലമാണോ ഞാനിത് അറിഞ്ഞില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേനെ. സാധിച്ചു തന്നേനല്ല എനിക്കല്ലേ. അറിഞ്ഞില്ല അറിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു വാശി കയറി അങ്ങനെ പിടിച്ചതാ. ആണല്ലേ? അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ നീ ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ എന്ന് പറഞ്ഞു. സത്യം പറയല്ല, ആ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് ഏതൊരു അമ്മയ്ക്കും പ്രൗഡാണ്. ഒരു വർക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഒറിജിനൽ പാമ്പിനെ എടുക്കാൻ കാണിച്ച ധൈര്യം. സത്യം. പിന്നെ എന്തിനാ കിടന്ന് മോങ്ങിയത് സൈഡിൽ? പ്രൗഡ് ഇല്ല പ്രൗഡാ. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചങ്ങനെ കെട്ടിപ്പിടിച്ചും കരഞ്ഞു, മോളെ നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടെ. അത് ഭയങ്കര പ്രൗഡ് നിമിഷങ്ങൾ ഒരുപാട് എനിക്ക് എന്നെ മോള് തന്നിട്ടുണ്ട്. മേഘ്ന ആക്ച്വലി അല്ലേ നമ്മൾ ഈ സിനിമയിലേക്ക് ആദ്യം വരുന്ന ആൾക്കാര് പിന്നെ സീരിയലിലേക്ക് പോകാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ മേഘനയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിനിമയിലൂടെ വന്ന് സീരിയലിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായ ആളല്ലല്ലോ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ ആ സമയത്ത്? അങ്ങനെ അത്ര വലിയ ആളൊന്നും അല്ലായിരുന്നല്ലോ. അല്ല എന്നാലും അങ്ങനെ പോവല്ലേ, ഇങ്ങനെ ആന്റിയോടൊക്കെ വന്ന് പറയില്ലേ മോളെ ഇങ്ങനെ സീരിയലിലേക്കൊന്നും വിടല്ലേ, സിനിമ പിന്നെ കിട്ടൂല, അങ്ങനെയൊക്കെ ആന്റിയോട് വന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോടൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ലേ? ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. സീരിയല് ചെറിയ ക്യാമറ, സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ക്യാമറ. ഏത് ക്യാമറ വന്നാലും ആക്ടിങ് ഒന്ന് തന്നെയല്ലേ. ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോണത്. ആന്റി എന്നൊരു ഹൈപ്പർ മോഡാണ്. ആന്റിക്ക് ഏതെങ്കിലും മോളുടെ ഏതെങ്കിലും അഭിനയം കണ്ടിട്ട് എടി നീ എന്തോന്ന് ഈ കാണിച്ചു വെച്ചേക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴും? ഞാൻ എപ്പോഴും വിമർശിക്കുന്ന ആളാ. ഏത് വളരെ നല്ല സിനിമ നന്നെന്ന് പറയും, പക്ഷെ കൂടുതലും വിമർശിക്കാൻ ഞാൻ എന്തുവാടി ഇത് കുറച്ചുകൂടെ ഞാൻ വലിയ ആളായ പോലെ. ഞാൻ ചിലതൊക്കെ നമ്മളെ സീരിയൽ ഒന്നായിട്ടൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇമോഷണൽ സീനൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. എന്നെ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുമ്പോ അമ്മ നിന്റെ മോന്ത എന്താടി ഇങ്ങനെ ഇരിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. ആ സിറ്റുവേഷൻ അങ്ങനെ ഒരുമാതിരി ഇതാക്കി കളയും. അതെ, വെറുപ്പിച്ച് കളയുമല്ലേ? അങ്ങനെ നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് സ്വന്തം സീൻ കണ്ടിരുന്ന എപ്പോഴായിരുന്നു മേഘ്ന? ഏത് സീരിയലാണെങ്കിലും ഏതെങ്കിലും ഒരു സീരിയൽ എനിക്ക് നന്നായിട്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ആ സീൻ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ അതിൽ തന്നെ ആയിരിക്കും. ഇവളെന്താ ചെയ്യണേ അറിയാമോ? ഇവള് അഭിനയിച്ച വേറെ സീരിയലൊക്കെ അവള് കാണുന്നില്ല എന്നുള്ളത് ഒരു വശം. പക്ഷെ ഇവളുടെ സീരിയൽ സ്കിപ്പ് ചെയ്ത് അമ്മ ഇതെങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതൊന്നും ഞാനുള്ള കാര്യമല്ലേ പറയണത്.
അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ എല്ലാ സീരിയലും കാണും കേട്ടാ, കാണാൻ പറ്റാവുന്ന അമ്മ ചോദ്യം എന്നോടായിരുന്നു. ഞാൻ പറയും കേറി ഈ ചന്ദനമഴയ്ക്ക് ശേഷം അത്രയും സ്വീകാര്യത കിട്ടിയ ഒരു സീരിയൽ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ? ഇത്രയും സ്വീകാര്യത കിട്ടിയ ഒരു സീരിയൽ ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല എന്ന് പറയാന്ന് വെച്ചാൽ ചന്ദനമഴ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ആയിരുന്നു. അത് ബ്രേക്ക് ആയിരുന്നു എന്ന് മാത്രല്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഗിഫ്റ്റ്സ് തരുമായിരുന്നു. അയ്യോ മോളെ എന്ത് ചീച്ചു പോയോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ എന്താണ് അപ്പൊ ഉള്ളത് അതിങ്ങനെ ഒരു പൊതിയെങ്കിലും എനിക്ക് തരും, ഒരു മിഠായെങ്കിലും എനിക്ക് തരും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോട്ടേന്ന് വെച്ചു. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചന്ദനമഴയൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീൻസ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കാൻ അതന്നെ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയമ്മ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന അമൃതനെ ഞാൻ കണ്ടായിരുന്നു. സത്യത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടോ? എനിക്ക് വ്യത്യാസമൊന്നുമില്ല. ഞാൻ കുക്ക് ചെയ്യാറില്ലേ? കുക്ക് ചെയ്യാറുണ്ട്, ഇപ്പൊ കൊറേ നാളുകൊണ്ട് കുക്ക് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ വലിയ കുക്കിംഗ് ഉണ്ടായിരുന്നില്ല. അയ്യോ അത് എന്തെങ്കിലും ആരും പറഞ്ഞ വിശ്വസിക്കില്ല, എല്ലാം ചെയ്യും. ബിരിയാണി വെക്കും, എല്ലാ പായസം വെക്കും, എല്ലാം ചെയ്യും. ചോറ് വെക്കാൻ അറിയില്ല. ആണോ? അതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അല്ലേ? അത് സത്യമായിട്ട് എന്നെ അമ്മ കൊറേ വട്ടം അതിന് പറഞ്ഞിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എന്തെന്നറിയോ, ഞാൻ ഞെക്കി നോക്കുമ്പോ എപ്പോഴും ചോറ് ഞെങ്ങുന്നുണ്ട്. പക്ഷെ ഒന്നെങ്കിൽ വേവ് കൂടും അല്ലെങ്കിൽ പായസം ആകും. അതെ, അതെന്തെങ്കിലും പറ്റും. അപ്പൊ ബാക്കി കറികളും കാര്യങ്ങളും ബിരിയാണി വരെ ഞാൻ വെക്കും. ചോറ് വേവിക്കാൻ മാത്രം എനിക്ക് അടുത്ത ട്രോളിനുള്ളതാക്കി തന്നിട്ടുണ്ട്. അതല്ലേ നമ്മുടെ ആവശ്യമല്ലേ? അല്ല എന്നാലും അല്ല, ട്രോളൊക്കെ ഞങ്ങൾ തന്നെ ട്രോൾ ചെയ്യാണ്. പിന്നെ വേറെ ആളെന്തിനാ ട്രോൾ ചെയ്യണം? നമ്മളെ തന്നെ ട്രോൾ ട്രോളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്നോ ഞാനത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പോസ് അല്ല ആന്റി, അത് കണ്ടപ്പോ ഞാൻ ഓർത്തേ ഇങ്ങനെ പേടിച്ച് അയ്യോ എന്നെ ആരെങ്കിലും വഴക്ക് പറയോ അങ്ങനെയുള്ള ഒരു മേഖല സത്യത്തിലുണ്ടോ? ഉണ്ടായിരുന്നു. എന്താണെന്നുവെച്ചാല് അപ്പൂപ്പനും അമ്മൂമ്മ വളർത്തിയാണ്. അപ്പൊ ഈ അമ്മൂമ്മ ഇതിന്റെ ആളാ. അത് കണ്ട് പേടിപ്പിച്ച് ചോറ് കൊടുക്കും. അത് പിടിക്കും, ഭക്ഷണം കൊക്കായി വരും. അങ്ങനെ ആ ഒരു മെത്തേഡാണ് അമ്മമ്മ. ഇപ്പൊ എന്തെങ്കിലും അമ്മ അങ്ങോട്ടേക്ക് പോവണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊക്കായുണ്ട്, അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഇതിനെയും പേടിപ്പിച്ചിട്ട് തന്നെ എന്നെ വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനോടും ഒരു പേടി ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയാ അത് ഓവർകം ചെയ്തേ? അത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ജീവിത സാഹചര്യങ്ങൾ അത് നമ്മള് ലൈഫ് ഫേസ് ചെയ്യുമ്പോഴത്തേനും പേടിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളൂട്ടാ. ഇനി ഒരു പാട്ട് പാടോ? കൊറേ നേരം ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ളത്. ഇത്രയും വർത്താനം പറഞ്ഞ് തൊണ്ട കീറിപ്പിച്ചിട്ട് ഒരു പാട്ട് പാടും. നീ മലപ്പൂരല്ലേ? അപമാനിക്കാനാണ്. അതെ, ഞാൻ അമ്മയുടെ ലീഗാന്ന്. അക്കം പക്കം യാരുമില്ല, ഭൂലോകം വേണ്ടും, അന്തിപ്പകൽ ഉന്നരുകേ நான் வாழ வேண்டும், என் ஆசையெல்லாம் முன்னெருக்கத்திலே என்னாயூர் வரை உன்னாடை பேணிலே வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே, இரேழு ஜென்மம் வாழ்ந்து വിട്ടേൻ. ഓ, എന്താ അടിപൊളിയായിട്ടല്ലേ പാടുന്നേ. എത്ര കാലം പാട്ട് പഠിച്ചിട്ടുണ്ട്? പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. അങ്ങനെ സിംഗത്തിന്റെ മടയിൽ പോയി. ഓ, ഡയലോഗ് കിട്ടിയില്ല. സിംഗത്തിന്റെ മടിയിൽ പോയി ഒത്തില്ല. പിന്നെ ഇവള് ഇത്ര ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലിക്ക് അക്കൗണ്ട്സിന്റെ ജോലിക്ക് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിന് പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ റെസ്റ്റോറന്റിൽ നിന്ന് ഒരു പാട്ട് കേട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വന്ന ഉടനെ ഇങ്ങനെ എടുത്തത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അത് കേൾക്കുമ്പോ ഭയങ്കര ചിരിയാണ്. അതാണ് എനിക്ക് ഇപ്പോഴും देखा है पहली बार साजन की आंखों में प्यार, देखा है पहली बार साजन की आंखों में प्यार, टंकी टकिंग टंकी टकिंग टंकी टकिंग टंकी
ഈ ടങ്കിട്ടൊക്കെയാണ് ഹൈലൈറ്റ്. വീണ എന്നോട് പാടാൻ പറഞ്ഞില്ലേ, അതിന്റെ ചുമ്മാ അല്ല അങ്ങനെയാണെങ്കിൽ വേറെ നല്ല പാട്ടാണല്ലേ ഇത്. ഈ ഇൻസിഡന്റ് ഞാൻ ഭയങ്കര ആ ഒരു അവളുടെ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതിപ്പോഴും എന്റെ അതായത് പാട്ട് എവിടെ കേട്ടാലും ഞാൻ അങ്ങനെ തന്നെ. ഇപ്പൊ കുഞ്ഞിലേ തൊട്ട് ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതുപോലെ തന്നെ ഈ ടങ്കിട്ടക്കും കേൾക്കുമ്പോ ചിരിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടായാലോ ഉടനെ പാട്ട് തന്നെ കേൾക്കാം. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടോ देखा है पहली बार, देखा है पहली बार साजन की आंखों में प्यार, टंकी टकिन टंकी टकिन टंकी टकिन टंकी. മേഘനയെ കാണാനായിട്ട് ഒരാള് വീഡിയോ കോൾ വരാന്ന് പറഞ്ഞിരുന്നു. ആ ആളിതാ എത്തിയിട്ടുണ്ട്. ചേട്ടനെ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന പക്ഷെ ഇതുവരെ ചോദിക്കാതിരുന്ന ഒരു കാര്യം ഇപ്പൊ മേഘനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണേ. ഇപ്പൊ ചന്ദ്രമഴയുടെ ശേഷം ഒരുപാട് ആർട്ടിസ്റ്റിനോട് മേഘന അഭിനയിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്നോട് ഉണ്ടായിരുന്ന കംഫർട്ടും മറ്റു ആർട്ടിസ്റ്റിനോട് അമ്മാർക്കും ഉണ്ടായിരുന്ന കംഫർട്ടും എന്താ മോൾക്ക് പറയാനുള്ളത്? പിന്നെ അണ്ണൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ, ഞാനിപ്പോ ഷാനുക്കാക്ക, അരുണേട്ടൻ, എല്ലാവരും അതുപോലെ തന്നെ ഇതായിരുന്നു. എന്നാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പൊ ചന്ദനമഴയ്ക്ക് ശേഷം വേറെ കുറെ കോ ആർട്ടിസ്റ്റിന്റെ കൂടെ ചേട്ടൻ ചെയ്തിട്ടുണ്ടല്ലോ, ആരായിരുന്നു കൂടുതൽ കംഫർട്ട്? അയ്യോ അങ്ങനല്ല. എന്നാ ഞാൻ പറയട്ടെ, എല്ലാവരും നമ്മൾ ഇപ്പൊ സുബ്ബണ്ണനാണെങ്കിലും അതുപോലെ തന്നെ ഷാനുക്കൊക്കെ ആണെങ്കിലും അരുണേട്ടനൊക്കെ ആണെങ്കിലും നിഖിലാണെങ്കിലും എല്ലാവരും നമ്മുടെ അടുത്ത് അതുപോലെയാണ് പെരുമാറുന്നത്. മേ ബി ഞാൻ പെരുമാറുന്ന രീതി കൊണ്ടായിരിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.